നമ്മളെല്ലാവരും ജീവിതത്തിൽ പലതരം വേദനകളിലൂടെ കടന്നുപോയിട്ടുണ്ടാവില്ലേ? ചിലപ്പോൾ വലുത്, ചിലപ്പോൾ ചെറുത്. എന്നാൽ യഥാർത്ഥത്തിൽ മുറിവുണങ്ങുക എന്ന് പറഞ്ഞാൽ ആ വേദന മറക്കുന്നതല്ല. അതിനു പകരം നമ്മുടെ മനസ്സിന്റെ ഒരു ബാങ്കിലേക്ക് മനഃപൂർവ്വം നല്ല ഓർമ്മകൾ, പോസിറ്റീവായ കാര്യങ്ങൾ നിക്ഷേപിക്കുക എന്നതാണ്. അതാണ് നമ്മളിത് സംസാരിക്കാൻ പോകുന്നത്. ഈയൊരു വാചകം നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ഒരു അടിത്തറയായിട്ടെടുക്കാം. നെഗറ്റീവ് ഓർമ്മകൾ പിൻവലിക്കുന്നത് നിർത്തി പോസിറ്റീവ് ഓർമ്മകൾ നിക്ഷേപിക്കാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ സൗഖ്യം ആരംഭിക്കുന്നത്. ഈയൊരു ആശയം പ്രത്യേകിച്ച് കേരളത്തിലെ ശക്തമായ കുടുംബ ബന്ധങ്ങളിൽ എത്രത്തോളം പ്രസക്തമാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഈ പറയുന്ന ആശയം? നമുക്കിതിനെ മെമ്മറി ബാങ്ക് എന്ന് വിളിക്കാം. ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ആശയമാണത്. നമ്മുടെ മനസ്സിനെ ഒരു നിലവറ പോലെ സങ്കല്പിക്കുക. ശരി, നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഓരോ ദിവസവും നമ്മൾ ദേഷ്യം, നിരാശ, സങ്കടം ഇതുപോലുള്ള നെഗറ്റീവ് ചിന്തകളാണ് ഈ ബാങ്കിലേക്ക് നിക്ഷേപിക്കുന്നതെങ്കിൽ നമുക്ക് തിരികെ കിട്ടുന്നതും അത്തരം വികാരങ്ങൾ തന്നെയായിരിക്കും. എന്നാൽ അതിനു പകരം സന്തോഷവും സ്നേഹവും നന്ദിയുമൊക്കെയാണ് നിക്ഷേപിക്കുന്നതെങ്കിലോ? നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനോഭാവത്തെയും ബന്ധങ്ങളെയും ഇത് മാറ്റിമറിക്കും. ഇവിടെ നോക്കും, 2 വഴികളുണ്ട് അല്ലേ? ഒന്ന്, പഴയ മുറിവുകളും വിഷമങ്ങളും വീണ്ടും വീണ്ടും ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുക. മറ്റൊന്ന്, നല്ല ഓർമ്മകൾ കൊണ്ട് സന്തോഷിക്കുക. നമ്മൾ പഴയ വഴക്കുകളും സങ്കടങ്ങളും മനസ്സിലിട്ട് ഇങ്ങനെ അയവിറക്കുമ്പോൾ അത് നമ്മുടെ ബന്ധങ്ങളെ എത്ര നിശബ്ദമായിട്ടാണ് നശിപ്പിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ബോധപൂർവം നല്ല നിമിഷങ്ങൾ ഓർത്തെടുക്കാൻ തുടങ്ങിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്നും ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ മെമ്മറി ബാങ്ക് എന്ന ആശയം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായൊരിടത്ത് പ്രയോഗിച്ചു നോക്കിയാലോ? നമ്മുടെ സ്വന്തം കുടുംബം. കേരളത്തിലെ പരസ്പരം താങ്ങും തണലുമാകുന്ന കുടുംബങ്ങൾ എങ്ങനെയാണ് ശരിക്കും മാനസിക സൗഖ്യത്തിനുള്ള ഒരു സ്വാഭാവിക ഇടമായി മാറുന്നത് എന്ന് നോക്കാം. ഇതിനർത്ഥം പണ്ടത്തെ കൂട്ടുകുടുംബങ്ങൾ ഒരു കുറ്റവും കുറവുമില്ലാത്തതായിരുന്നു എന്നല്ല. തീർച്ചയായും പ്രശ്നങ്ങൾ എല്ലായിടത്തുമുണ്ടായിരുന്നു. പക്ഷേ അവിടെ പരസ്പരം കേൾക്കാനും തുറന്ന് സംസാരിക്കാനും എപ്പോഴും ഒരു ഇടമുണ്ടായിരുന്നു. ആ ഒരു പിന്തുണ അതുതന്നെയായിരുന്നു ഏറ്റവും വലുത്. ക്ഷമ എന്ന് പറയുന്നത് വല്ലപ്പോഴും ചെയ്യുന്ന ഒന്നല്ല. അത് നമ്മുടെ വൈകാരിക ആരോഗ്യം നിലനിർത്താൻ ദിവസവും ചെയ്യേണ്ട ഒന്നാണ്. നമ്മളൊരു വീട് വൃത്തിയാക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സും ദിവസവും വൃത്തിയാക്കേണ്ടതുണ്ട്, അല്ലേ? പലപ്പോഴും ഒരു ചെറിയ സംഭാഷണം മതിയാകും വലിയ പ്രശ്നങ്ങൾ പോലും ഇല്ലാതാക്കാൻ. തുറന്ന് സംസാരിക്കുന്നത് നമ്മുടെ മെമ്മറി ബാങ്കിനെ റീസെറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ്. മനസ്സിൽ വെച്ച് പെരുപ്പിക്കുന്നതിന് പകരം അതങ്ങ് സംസാരിച്ച് തീർക്കുമ്പോൾ തന്നെ പകുതി ആശ്വാസമാകും. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്, അല്ലേ? എന്നാൽ ഇതെങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റും? അതിനുള്ള ചില എളുപ്പവഴികളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇനി പറയുന്ന 5 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ മെമ്മറി ബാങ്ക് എളുപ്പത്തിൽ റീസെറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്നാമതായി, വേഗത്തിൽ ക്ഷമിക്കുക. ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നമ്മുടെ സ്വന്തം മനസ്സിന്റെ സമാധാനത്തിനാണ്. രണ്ടാമത്, സൗമ്യമായി സംസാരിക്കുക. നല്ല വാക്കുകൾക്കൊരു നിമിഷം കൊണ്ട് പോസിറ്റീവ് നിക്ഷേപങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. മൂന്നാമത്, ചെറിയ നല്ല ശീലങ്ങൾ ഉണ്ടാക്കുക. അത് നല്ല ഓർമ്മകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ടാക്കിയെടുക്കും. നാലാമത്, ചെറിയ വിജയങ്ങൾ പോലും ആഘോഷിക്കുക. അത് നമ്മുടെ വൈകാരിക ആസ്തി വർദ്ധിപ്പിക്കും. അവസാനമായി, ദിവസവും നന്ദിയുള്ളവരായിരിക്കുക. അത് ബന്ധങ്ങളിലെ വിള്ളലുകൾ ഇല്ലാതാക്കാൻ സഹായിക്കും. നമ്മൾ ദിവസവും നമ്മുടെ വീട് വൃത്തിയാക്കാറില്ലേ? അതേപോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് മാനസിക ശുചിത്വം. നെഗറ്റീവ് ചിന്തകളെയും ഓർമ്മകളെയും അപ്പപ്പോൾ തന്നെ ഒഴിവാക്കിയില്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ മാറാല പോലെ കെട്ടിക്കിടക്കും. ആരോഗ്യകരമായ ബന്ധങ്ങളുടെ അടിസ്ഥാന തത്വം വളരെ സിമ്പിളാണ്. നെഗറ്റിവിറ്റി മനസ്സിൽ സൂക്ഷിക്കരുത്, പോസിറ്റിവിറ്റിയിൽ നിന്ന് ഒട്ടും പിൻവാങ്ങുകയുമരുത്. ഇത്രയുള്ളൂ കാര്യം. അപ്പോൾ നമ്മൾ എത്രയും നേരം സംസാരിച്ചതിൻ്റെ എല്ലാം കാതലെന്താണ്? നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പോസിറ്റിവിറ്റി നിറയ്ക്കാൻ ശ്രമിക്കുക, അത്രമാത്രം. ഈയൊരു ചിന്തയോടെ നമുക്ക് അവസാനിപ്പിക്കാം. അതുകൊണ്ട് ഈയൊരു ചോദ്യം ഞാൻ നിങ്ങളോട് നേരിട്ട് ചോദിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ മെമ്മറി ബാങ്കിൽ നിങ്ങൾ എന്താണ് നിക്ഷേപിച്ചത്? ഒരു നിമിഷം ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അവസാനമായി ഈയൊരു വാചകം നമ്മുടെ എല്ലാം ഓർമ്മയിലിരിക്കട്ടെ. പോസിറ്റിവിറ്റി ഒഴുകുന്നിടത്ത് സ്നേഹം വളരുന്നു. നമ്മുടെ ജീവിതത്തിലും ബന്ധങ്ങളിലും ഈ പോസിറ്റിവിറ്റിയുടെ ഒഴുക്ക് നിലനിർത്താൻ നമുക്കൊരുമിച്ച് ശ്രമിക്കാം. നന്ദി.